friends, welcome to Spicy Giggles. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതിന്റെ കൂടെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫുൾ ചിക്കൻ ആണ്. അത് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും ഇതിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിലാണ് നമുക്ക് അടുത്ത ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് 3 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 3.25 ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, കുറച്ച് ഗ്രാമ്പൂ, പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബിരിയാണി എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി എസൻസ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ ടൈം നമുക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് തിന്നായിട്ട് അരിഞ്ഞ സവോള നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കരിഞ്ഞു പോകാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സവോളയെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ചിക്കനും ഷാലോ ഫ്രൈ ആയിരിക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചിക്കന്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ റോ ഫ്ലേവർ മാറി വരുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തൊന്ന് റെഡിയായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 വലിയ സവോളയാണ്. സവോള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കുറച്ച് സമയം അത് വഴറ്റി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ സവോള ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം.
നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. സവോള നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും മല്ലിയിലയും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഗരം മസാലയാണ്. അത് ഒരു 3 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവിക്കുള്ളത് ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ്. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് പുളിയുള്ള തൈരാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചത് കുറച്ച് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഒരുപാട് ഡ്രൈ ആയി പോകും. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നും കുറച്ച് റൈസ് ഞാൻ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ടോപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൽ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ച ചിക്കന്റെ ഗ്രേവി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് റൈസിന് മുകളിലായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുതിനയില, മല്ലിയില മിക്സ് ചെയ്യാം. അതിനുശേഷം ബൗളിൽ മാറ്റി വെച്ചിരുന്ന റൈസ് നമുക്കിതിന്റെ ടോപ്പിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റൈസ് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് അതിന്റെ കൂടെ കുറച്ച് പുതിനയില, മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി നമുക്കിതൊന്ന് ദം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് കുറച്ചു നേരം ഒരു ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ ലിഡ് വെച്ച് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.